ഈ കാലഘട്ടത്തിന് ദൈവം കരുതി വച്ച വലിയ ഒരു ദാനമാണ് ഫ്രാൻസിസ് പാപ്പ. ആഗോള കത്തോലിക്ക സഭയുടെ അജപാലന ശുശ്രൂഷ നേതൃത്വം ഫ്രാൻസിസ് പാപ്പ ദൈവത്തിൻ്റെ വലിയ പരിപാലനയിൽ പുതിയൊരു ദർശനവും പുതിയൊരു സമർപ്പണവും സഭയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ വലിയ അനുഗ്രഹം സഭയ്ക്കുണ്ടായി. മാത്രമല്ല, പൊതുസമൂഹവും ഫ്രാൻസിസ് പാപ്പയുടെ ആ നേതൃത്വം കൊണ്ട് എത്രയേറെ അനുഗ്രഹപ്രദമായി. പ്രത്യേകിച്ച് സോദരർ സർവരും ഫ്രatelli tutti എന്ന ആ സാമൂഹിക പ്രബോധനം വഴി വ്യത്യസ്ത മതവിഭാഗങ്ങൾ, വിഘടിച്ചു നിൽക്കുന്ന രാഷ്ട്രങ്ങൾ തമ്മിൽ ഐക്യത്തിൽ, കൂട്ടായ്മയിൽ, അങ്ങനെ പരസ്പര ധാരണയിൽ പുതിയൊരു ലോകം സൃഷ്ടിക്കുവാൻ ഫ്രാൻസിസ് പാപ്പ നിരന്തരം ലോക മനസ്സാക്ഷിയോട് സംവദിക്കുകയായിരുന്നു. അത് ഈ ഒരു കാലഘട്ടത്തിൽ എത്രയോ പ്രാധാന്യമറിയിക്കുന്നു. പ്രത്യേകിച്ച് റഷ്യൻ-ഉക്രൈൻ യുദ്ധം, ഇതുപോലെ മറ്റു പല സ്ഥലങ്ങളിലുമുള്ള ചേരിതിരിഞ്ഞുള്ള പ്രതിസന്ധികൾ ലോകത്തെ ഛിന്ന ഭിന്നമാക്കുന്ന ഈ സാഹചര്യത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ ധീരമായ നേതൃത്വവും ശക്തമായ നിലപാടും ദർശനവും എല്ലാ മനുഷ്യരുടെയും ഐക്യം, സാഹോദര്യം, സമർപ്പണ, പരസ്പരമുള്ള ധാരണ എത്രയോ വിലപ്പെട്ടതാണ്. 10 വർഷം മുൻപാണ് ലൗദാത്തോ സി എന്ന ആ സാമൂഹിക പ്രബോധനം വഴി നമ്മുടെ ഈ പൊതുഭവനം സംരക്ഷിക്കേണ്ട കൂട്ടുത്തരവാദിത്വത്തെപ്പറ്റി ലോക മനസ്സാക്ഷിയോട് പറഞ്ഞത്. 8 വർഷത്തിന് ശേഷം ലൗദാത്തോ ദിയോ എന്നുള്ള ആ പ്രബോധനവും 2023 ഒക്ടോബർ മാസമാണ് ഫ്രാൻസിസ് പാപ്പ നൽകിയത്. ഒരു പ്രവാചക തീഷ്ണതയോടെ, അതോടൊപ്പം തന്നെ വ്യാകുലം നിറഞ്ഞ ഒരു മനസ്സോടുകൂടെയാണ് ഈ പൊതുഭവനം, ഈ നമ്മുടെ സൃഷ്ടപ്രപഞ്ചം നാം സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്, കർത്തവ്യമാണ്, ഉത്തരവാദിത്തമാണ്. കാരണം അടുത്ത തലമുറയ്ക്ക് ഒരു നല്ല സാഹചര്യം, ഹരിതാഭ നിറഞ്ഞ ഭൂപ്രദേശം പകർന്നു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഫ്രാൻസിസ് പാപ്പ എത്രയോ ശക്തമായിട്ടാണ് പറഞ്ഞത്, ദൈവം എപ്പോഴും ക്ഷമിക്കുന്നു, മനുഷ്യൻ ചിലപ്പോഴെല്ലാം ക്ഷമിക്കുന്നു, പക്ഷേ പ്രകൃതി എപ്പോഴും ക്ഷമിച്ചെന്ന് വരില്ല. അതുകൊണ്ട് പ്രകൃതിയെ നാം സംരക്ഷിക്കണം. പുതിയ വലിയ വീഥികൾ നാം നിർമ്മിക്കുമ്പോൾ, പുതിയ കെട്ടിട സമുച്ചയങ്ങൾ തീർക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രകൃതിയോട് കുന്നും മലയുമെല്ലാം വെട്ടിനിരത്തി അവിടെയുള്ള വലിയ വടവൃക്ഷങ്ങൾ പോലും നിലം പൊത്തുന്ന വിധത്തിൽ വെട്ടിമാറ്റിക്കൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുക. പ്രത്യേകിച്ച് ലാഭക്കൊതി വേണ്ടിയല്ലേ ഈ കരിമണൽ ഖനനവുമെല്ലാം നടത്തിക്കൊണ്ട് സമുദ്രത്തെയും തീരത്തെയും സമതലങ്ങളെയും അതേപോലെ തന്നെ ഈ വൃക്ഷലതാദികളെയും കാടും മേടുമെല്ലാം നമുക്ക് നഷ്ടമാകുന്നത്, എന്നേക്കുമായി അന്യമായി തീരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ ആ പ്രവാചക ശബ്ദം ലോകത്തിന് വിലപ്പെട്ടതാണ്. ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ ദ ലെറ്റർ എന്ന സുന്ദരമായൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെ കത്തെഴുതി. ഭാരതത്തിൽ നിന്ന് ഒരു പാൻഡെ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക്, അവൾ അന്ന് +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ, ആ വിദ്യാർത്ഥിനി തൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ, ഉത്തരാഖണ്ഡിലുള്ള ആ പ്രദേശങ്ങളിൽ പ്രകൃതിയെ സംരക്ഷിക്കുവാൻ തൻ്റെ സഹപാഠികളോടും മറ്റു സമപ്രായക്കാരോടും കൂടെ നിലപാടെടുത്തതിന് പാപ്പ അവളെയും വത്തിക്കാനിലേക്ക് ക്ഷണിച്ചു. സുഡാനിൽ നിന്നുള്ള ഒരു മുസ്ലിം യുവാവ് അഹമ്മദിനെ ക്ഷണിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നുള്ള ദമ്പതികൾ, പ്രത്യേകിച്ച് സമുദ്രത്തിൻ്റെ ആ അനർഘമായ ആ നിക്ഷേപങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി അവർ പ്രതിജ്ഞാബദ്ധരായിരുന്നു. അങ്ങനെ അവരെല്ലാവരെയും ഫ്രാൻസിസ് പാപ്പ സ്വന്തം എഴുതിക്കൊണ്ട് ഒപ്പുചാർത്തിക്കൊണ്ട് അയച്ചതിൻ്റെ ക്ഷണക്കത്തെഴുതിച്ച് അവരെ വത്തിക്കാനിലേക്കും പിന്നീട് അവിടെ നിന്ന് അസീസിയിലേക്കും, അങ്ങനെ പ്രകൃതിയുടെ ആ വലിയ പുണ്യവാളൻ അസീസിയിലെ ഫ്രാൻസിസിൻ്റെ ആ സാഹചര്യങ്ങളിലേക്കും അവരെ വിളിച്ചു കൊണ്ടുവന്ന് ഈ ഭൂമിയെ സംരക്ഷിക്കുവാൻ. ഇത് ഒരു പ്രവാചക ദൗത്യമല്ലേ ഫ്രാൻസിസ് പാപ്പ ഈ കാലഘട്ടത്തിൽ നിർവഹിച്ചത്? സിനഡാത്മക സഭയ്ക്ക് വേണ്ടിയുള്ള ഫ്രാൻസിസ് പാപ്പയുടെ ദർശനം, അത് ഒരു ജീവിത ശൈലിയായി സഭയിൽ എപ്പോഴും ഉണ്ടാകണം
എന്നുള്ള ആ നിശ്ചയദാർഢ്യമാണ് 2021 മുതൽ 2024 ഒക്ടോബർ വരെ ആ നീണ്ട ഒരു കാലയളവിൽ ഇത്രയധികം ഒരു ചർച്ചയും വിചിന്തനവും ചിന്തയും ധ്യാനവും ഒക്കെ നടന്ന മറ്റൊരു സിനഡ് ചരിത്രത്തിലുണ്ടോ? ഇത് സഭയുടെ ജീവിതശൈലിയാകണം. അങ്ങനെ എല്ലാവരും പരസ്പരം ശ്രവിച്ചും പരസ്പരം സഹകരിച്ചും തുറവിയോടുള്ള ഒരു മനോഭാവത്തോടുകൂടി സഭ മുഴുവൻ ഒരു തീർത്ഥാടനത്തിലേക്കാണ് നീങ്ങേണ്ടതെന്നാണ് സിനഡാത്മക സഭയുടെ ആ ഫൈനൽ ഡോക്യുമെൻ്റ് അപ്രൂവ് ചെയ്തുകൊണ്ട് ഞാനും ആ 2 സെഷനിലും അറ്റൻഡ് ചെയ്തുകൊണ്ട് എനിക്കറിയാം ഫ്രാൻസിസ് പാപ്പയുടെ വ്യക്തിപരമായ ഒരു താല്പര്യമാണ് ഈ സഭയിൽ കുറേ കൂടെ ഇങ്ങനെ എല്ലാവരുടെയും യോജിച്ച പ്രവർത്തന ശൈലി ഉണ്ടാകണമെന്നുള്ളൊരു തീരുമാനമാണ്. മിക്കവാറും എല്ലാ സിനഡിൻ്റെ സെഷനിലും ഫ്രാൻസിസ് പാപ്പ അങ്ങനെ രാവിലെ ഒരു 8:45 9 മണിക്ക് വന്നാൽ ഉച്ചയ്ക്ക് ആ സെഷൻ തീരുന്നവരെ വീണ്ടും ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും 7 മണി വരെ ആ സെഷനിലെല്ലാം പ്രാർത്ഥനയിലും വിചിന്തനത്തിലും പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടുമൊക്കെ ഉണ്ടായിരുന്നു. ആ സിനഡിൻ്റെ സമാപന രേഖ അപ്രൂവ് ചെയ്തുകൊണ്ട് അങ്ങനെ എല്ലാവരുടെയും സഹകരിച്ചുള്ള എല്ലാവരുടെയും ആ വിചിന്തനത്തിൻ്റെ ഫലദായകമായ ആ ഡോക്യുമെൻ്റ് സഭ ഉടനെ തന്നെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പിന്നിലും ഈ സിനഡാത്മക സഭയെ പറ്റിയുള്ള ഫ്രാൻസിസ് പാപ്പയുടെ ചിന്തയാണ്. തീർച്ചയായും ഈ കാലഘട്ടത്തിൽ അങ്ങനെ ആഗോള കത്തോലിക്ക സഭയുടെ അജപാലന ശുശ്രൂഷ നേതൃത്വത്തിന് മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെയും പ്രവാചക ശബ്ദമാണ് ഫ്രാൻസിസ് പാപ്പയുടേത്. അതിനിയും മുഴങ്ങണം. കാരണം സമാധാനത്തിനു വേണ്ടി പ്രത്യേകിച്ച് യുദ്ധങ്ങളുടെ സാഹചര്യങ്ങളിൽ ഇത്രയും അധികം ധീരതയോടുകൂടെ ശബ്ദിച്ച മറ്റൊരു ലോക നേതാവ് ഇല്ല. എന്തുകൊണ്ട് UAE പോയപ്പോൾ ആ ഫ്രാൻസിസ് പാപ്പയുടെ സന്ദർശനത്തിൻ്റെ ദിവസങ്ങളിൽ ആർക്കു വേണമെങ്കിലും അവധി എടുക്കാം, മാത്രമല്ല ആ യാത്രക്കുള്ള ട്രാൻസ്പോർട്ടിൻ്റെ എല്ലാ ചിലവും സൗജന്യമായി ഗവൺമെൻറ് തന്നെ നൽകിക്കൊണ്ട് ഇങ്ങനൊരു ലോക നേതാവ് ആ സ്ഥലത്ത് UAE സന്നിഹിതനാകുമ്പോൾ ആതിഥേയത്വം നൽകി അദ്ദേഹത്തെ ആ ഭരണകൂടം തന്നെ സ്വീകരിക്കുകയായിരുന്നില്ലേ? ഭാരതത്തിൻ്റെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വത്തിക്കാനിൽ ചെന്നപ്പോൾ ആലിംഗനം ചെയ്ത് സ്വീകരിച്ചത് യഥാർത്ഥത്തിൽ ഭാരതത്തെ മുഴുവൻ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള ഒന്നല്ലേ? അന്ന് സമ്മാനം കൈമാറിയത് ഇസിയാസ് ദീർഘദർശിയുടെ ആ വാക്യം ഉല്ലേഖനം ചെയ്തിട്ടുള്ള ഒരു സമ്മാനമാണ്. ഊഷരഭൂമികൾ ഹരിതാഭമാകണം. അങ്ങനെ ഈ ഒരു രാഷ്ട്രത്തിൻ്റെയും നന്മയും വളർച്ചയും പുരോഗതിയും വികസനവും ഒതുക്കിക്കൊണ്ടുള്ള ഒരു സമ്മാന കൈമാറ്റം മാത്രമല്ല ആ ആശ്ലേഷത്തിൽ അതാണ് അർത്ഥമാക്കിയത്. ഭാരതം അദ്ദേഹം സൗഖ്യവാനായി കഴിയുമ്പോൾ ആതിഥേയത്വം സ്വീകരിക്കാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശയിലാണ്. കാരണം അതുപോലുള്ളൊരു ലോക നേതാവിൻ്റെ ധാർമ്മിക ശബ്ദം നമ്മുടെ ഈ നാടിന് മാത്രമല്ല മറ്റ് അയൽ രാജ്യങ്ങൾക്കും ലോകത്തിനും വിലപ്പെട്ടതാണ്. നമുക്ക് പ്രത്യാശിക്കാം, എല്ലാം ദൈവഹിതം പോലെ നടക്കട്ടെ. ദൈവമേ, അങ്ങയുടെ വിശുദ്ധ ഹിതമനുസരിച്ച് ആയുരാരോഗ്യ സൗഖ്യം ഫ്രാൻസിസ് പാപ്പയ്ക്ക് നൽകി ലോക സഭയെ, ആഗോള സഭയെ അനുഗ്രഹിക്കണമേ. ആ നേതൃത്വം വഴി സഭയെ കൂടുതൽ നവീകരണത്തിലേക്കും പ്രത്യാശയിലേക്കും, പ്രത്യേകിച്ച് പ്രത്യാശയുടെ ജൂബിലി വർഷത്തിൽ ഹോപ്പ് എന്നാണ് ഫ്രാൻസിസ് പാപ്പയുടെ ആ ഓട്ടോബയോഗ്രഫിയുടെ തലക്കെട്ട് തന്നെ, ശീർഷകം തന്നെ. അതനുസരിച്ച് പ്രത്യാശയുടെ ഒരു ലോകം പകരുവാൻ, കെട്ടിപ്പടുക്കുവാൻ ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഇനിയും ദൈവം അനുഗ്രഹിക്കട്ടെ, ആയുസ് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ. അതാണ് സ്നേഹത്തോടു കൂടിയുള്ള ആഗ്രഹവും പ്രാർത്ഥനയും. എനിക്ക് ഏറ്റവും അതിശയമായി തോന്നിയത് ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെ ആഗോള കത്തോലിക്ക സഭയുടെ പരമാചാര്യനാണ്. ഇത്രയും ഉന്നതമായൊരു സ്ഥാനം വഹിക്കുമ്പോഴും ലാളിത്യം, വിനീതഭാവം, എല്ലാവരെയും സ്വീകരിക്കാനുള്ള ആ ഒരു വലിയ തുറന്ന മനസ്സ്, അതാണ് എന്നെ അതിശയിപ്പിച്ചത്. ഒരു ഉദാഹരണം പറയാം. 2023 ഒക്ടോബറിലാണ് ഭാരതത്തിലെ 17,000 വരുന്ന യുവാക്കൾ ജാഗോ കോൺഫറൻസിന് ജീസസ് യൂത്തിൻ്റെ കൊടിക്കീഴിൽ ബാംഗ്ലൂരിൽ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്നു ചേർന്നത്.
അതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഫ്രാൻസിസ് പാപ്പയുടെ ഒരു സന്ദേശത്തിനു വേണ്ടി, അതൊരു വീഡിയോ സന്ദേശത്തിന് വേണ്ടി ഭാരതത്തിലെ കർദിനാൾമാർ എല്ലാവരും ഒപ്പിട്ട കത്തോടൊപ്പം അതിൻ്റെ ഭാരതത്തിൽ ജീസസ് യൂത്തിൻ്റെ ബിഷപ്പ് ഇൻചാർജ് എന്ന നിലയ്ക്ക് ഞാൻ അത് അയച്ചു കൊടുത്തതും നൻഷീച്ചർ വഴി അപ്പോസ്തലിക സ്ഥാനപതി വഴി റോമിലേക്ക് അയച്ചു കൊടുത്തത്. കൃത്യസമയത്ത് ഒക്ടോബറിലാണ് ഈ പ്രോഗ്രാമെങ്കിലും സെപ്റ്റംബർ പകുതി ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വത്തിക്കാൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൽ നിന്നുള്ള അഭിവന്ദ കാർഡിനൽ പീറ്റർ പെറോളിൻ്റെ ഒരു മനോഹരമായ കത്ത് ലഭിച്ചിരുന്നു. പക്ഷേ കത്തിനേക്കാൾ കൂടുതൽ യുവജനങ്ങൾക്ക് കൂടുതൽ പ്രചോദിപ്പിക്കുക ഒരു വീഡിയോ സന്ദേശമാണെന്ന് വിചാരിച്ച് ജീസസ് യൂത്തിൻ്റെ നാഷണൽ ഓഫീസ് ബെയറേഴ്സ് എന്നോട് പറഞ്ഞു, അലക്സ് പിതാവേ, ഒരു മെസ്സേജ് വീഡിയോ മെസ്സേജ് കിട്ടിയാൽ സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാൻ പാപ്പയെ അതിനനുസരിച്ച് ലഭിക്കുകയാണെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞു. ഞാൻ ഈ സിനഡിൻ്റെ സെഷൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം പാപ്പയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഫ്രാൻസിസ് പാപ്പ, ഭാരതത്തിലെ 17,000 യുവാക്കൾ യുവതികൾ ഒരുമിച്ച് വരുമ്പോൾ അവർക്കൊരു സന്ദേശം നൽകാനാകുമോ? പാപ്പയെ എന്നെ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് കേക്കോസ ദേവോ ധീരെ, എന്താണ് ഞാൻ പറയേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങയുടെ ഇഷ്ടം പോലെ ഈ ഒരു വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടത്തിൽ യേശുവിനോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ യുവാക്കളോട് പറഞ്ഞു. പാപ്പേനെ, എന്നാൽ ശരി, ആരെടുക്കും? അപ്പോൾ ഞാൻ 2 പേരെ നേരത്തെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ഒക്കെ ആയിട്ട്. അങ്ങനെ അവർ വന്നു. ഉടനെ തന്നെ പാപ്പ വളരെ മനോഹരമായ ഒരു സന്ദേശം, യുവജനങ്ങൾക്ക് ഏറ്റവും ഹൃദയത്തിൽ സ്പർശിക്കുന്ന വിധത്തിലുള്ള ഒരു സന്ദേശം അന്ന് നൽകി. ഒരു ഫോർമാലിറ്റിയുമില്ല, ഒരു പ്രത്യേകമായ അനുവാദമോ അതിനുവേണ്ടിയുള്ള മറ്റൊന്നുമില്ല. ഫ്രാൻസിസ് പാപ്പ തൻ്റെ ആ വ്യക്തിപരമായ, പ്രത്യേകിച്ച് യുവജനങ്ങളോടുള്ള സ്നേഹം, സഭയോടുള്ള താല്പര്യം, എന്നും ആ അജപാലന തീഷ്ണത, അതല്ലേ ആ ലാളിത്യം, അതല്ലേ അതിൽ നിന്ന് വിരിക്കുക. അതിനുശേഷം ആ വീഡിയോ സന്ദേശം ജാഗോ കോൺഫറൻസിൽ അത് പ്രദർശിപ്പിച്ചപ്പോൾ യുവജനങ്ങളെല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നു, ഹർഷാരവം മുഴക്കി. അവർ സന്തോഷത്താൽ പാപ്പയോടുള്ള ആ നന്ദിയും സ്നേഹവും പ്രകടമാക്കി. എന്തൊരു ലാളിത്യം, എന്തു വലിയ തുറവി, എന്തു വലിയ സ്നേഹം, കരുതൽ, പ്രത്യേകിച്ച് യുവജനങ്ങളോട്. ഇതാണ് ഫ്രാൻസിസ് പാപ്പ. ആർക്ക് വേണമെങ്കിലും സമീപിക്കാം. ഈ സിനഡിൻ്റെ അവസരങ്ങളിൽ പല പ്രാവശ്യം ഇങ്ങനെ ഫ്രാൻസിസ് പാപ്പയുടെ അടുത്ത് ചെന്നിരുന്ന് സംവേദിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരുന്നു. അതൊക്കെ വലിയ ആ മനോഭാവത്തിൻ്റെ, മനസ്സിൻ്റെ ഉടമയുടെ ഇതിലെ കാണിക്കുക. ഭാരതത്തിൽ നിന്നുള്ള മെത്രാന്മാരുടെ ആദിലിമിനെ പറ്റി ഞാൻ ഓർക്കുകയാണ്. ഫ്രാൻസിസ് പാപ്പയുടെ ചുറ്റും ഞങ്ങളിങ്ങനെ ബിഷപ്സ്, കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നുമുള്ള ബിഷപ്സ് ഒരുമിച്ച് ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പ്രിപ്പയർഡ് ടെക്സ്റ്റ് ഉണ്ടായിരുന്നു, ഭാരതത്തിൽ നിന്നുള്ള മെത്രാന്മാരോട് പറയാനുള്ള, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മെത്രാന്മാരോട് പറയാനുള്ള സന്ദേശം ഔദ്യോഗികമായി തയ്യാറാക്കിയിട്ടുണ്ട്. അത് എന്നിട്ട് എടുത്തിട്ട് പറഞ്ഞു, ഫോട്ടോ കോപ്പി ഇറ്റ് ആൻഡ് പാസ് ഇറ്റ് അറൗണ്ട്. നിങ്ങളിത് ഫോട്ടോ കോപ്പി എടുത്ത് നിങ്ങൾ കൈമാറിക്കോ. ബട്ട് ഐ വിൽ സ്പീക്ക് സംതിങ് ഫ്രം മൈ ഹാർട്ട്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്തെങ്കിലും സംസാരിക്കാം. എന്നിട്ട് പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. യു ക്യാൻ ക്വസ്റ്റ്യൻ ദ പോപ്പ്, ബെറ്റർ ടു ബി ഹിയർ ദാൻ ഔട്ട്സൈഡ് എന്ന് പറഞ്ഞു. അതായത് പാപ്പയോട് എന്ത് ചോദ്യം ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും വിമർശിക്കാം, അത് ചെയ്യേണ്ടത് ഇവിടെയാണ്, പുറത്തല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സരസമായിട്ടുള്ള വിധത്തിൽ ലാളിത്യത്തോടുകൂടെ, ഒരു പിതൃസഹജമായ വാത്സല്യത്തോടുകൂടിയാണെന്ന് പാപ്പ സംസാരിച്ചത്. അദ്ദേഹത്തോട് പല ബിഷപ്സും പല ചോദ്യങ്ങളും ചോദിച്ചപ്പോൾ വളരെ തുറവിയോടെ, കരുതലോടുകൂടെ, ഒരു പിതൃവാത്സല്യം നിറഞ്ഞ ആ ഹൃദയത്തോടുകൂടെയാണ് ഫ്രാൻസിസ് പാപ്പ അന്ന് സംസാരിച്ചതെന്നും ഓർക്കുന്നു. അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു ഇടപെടൽ, അദ്ദേഹത്തിൻ്റെ ലാളിത്യവും സ്നേഹവും ആ വലിയ മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള ആ യാഥാർത്ഥ്യവും നമ്മളെ ഓർപ്പിക്കുകയാണ്. ഫ്രാൻസിസ് പാപ്പയോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, പ്രത്യേകിച്ച് സിനഡാത്മക സഭയുടെ ആ തീം വന്നപ്പോൾ, ഇവിടെ കണ്ണൂർ അതിൻ്റെ ചർച്ച നടന്നപ്പോൾ ഒരു യുവാവിനോട് വന്ന് പറഞ്ഞു, അലക്സ് പിതാവേ, ഈ റോമിൽ ഈ സെഷന് പോകുന്നു എന്ന് ഞങ്ങൾക്കറിയാം.
പാപ്പയെ കാണുമ്പോൾ ഒരു കാര്യം പറയണം. പ്രത്യേകിച്ച് കുടുംബതലത്തിൽ പോലും സിനഡിൻ്റെ ചർച്ചകൾ വരുത്തിയത് എത്രയോ നന്നായി. കാരണം ഞങ്ങളുടെ വികാരിയച്ഛൻ പറഞ്ഞതനുസരിച്ച് ആ ഒരു ചോദ്യവും ഫോർമാറ്റുമായി ഞങ്ങളുടെ വീട്ടിൽ ചേട്ടനും ഞാനും പെങ്ങളും അപ്പച്ചനും അമ്മയും ഞങ്ങൾ ഒരുമിച്ച് വന്നു. ആദ്യമായിട്ടാണ് വർഷങ്ങൾക്കു ശേഷം എൻ്റെ ജ്യേഷ്ഠനും അപ്പച്ചനും ഒരുമിച്ച് വന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ 5 പേരും ഇങ്ങനെ ഒരുമിച്ച് വട്ടം വിളഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചതും അതിനുശേഷം ഒന്ന് ചർച്ച ചെയ്തതും. ഈ ചോദ്യങ്ങൾ വായിച്ച് ഞങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായും വളരെ അതിൻ്റെ സന്തോഷാശ്രുക്കൾ എൻ്റെ അമ്മച്ചി പൊഴിക്കാൻ തുടങ്ങി. കാരണം കുറേയധികം നാളായി എൻ്റെ അപ്പച്ചനും ജ്യേഷ്ഠനും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് എൻ്റെ അമ്മച്ചി കണ്ടത്. ഈ ഒരു സാഹചര്യം തീർക്കാൻ കാരണം ഫ്രാൻസിസ് പാപ്പ ഈ സിനഡാത്മക സഭ അതിൻ്റെ ചർച്ച തുടങ്ങേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് ഫ്രാൻസിസ് പാപ്പയെ കാണുമ്പോൾ ഞങ്ങളുടെ സന്തോഷം, ഇങ്ങനൊരു തീരുമാനത്തിൻ്റെ നന്ദി, കൃതജ്ഞത അറിയിക്കണമെന്ന് ആ യുവാവ് പറഞ്ഞു. ഞാൻ വിശ്വസ്തയോടെ ഫ്രാൻസിസ് പാപ്പയെ നേരിട്ട് കണ്ട് പോയി പറഞ്ഞു, പാപ്പ, ഈ സിനഡാത്മക സഭയുടെ ചർച്ച കുടുംബങ്ങളിൽ നിന്നും, അങ്ങനെ അടിസ്ഥാന പ്രാദേശിക സഭയുടെ ഏറ്റവും ചെറുഘടകത്തിൽ നിന്നും തുടങ്ങിയത് അത് വലിയ ഒരു കാര്യമായി എന്ന് പറഞ്ഞപ്പോൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഗ്രാzie എന്ന് 2 പ്രാവശ്യം പറയുകയും ചെയ്തു. മറ്റൊരു വ്യക്തിപരമായ കാര്യം, കണ്ണൂർ രൂപതയ്ക്കൊരു സഹായമെത്രാനെ ലഭിച്ചപ്പോൾ ഡെന്നിസ് കുറുപ്പശ്ശേരി പിതാവിൻ്റെ ആ ക്ഷണക്കത്ത് ഞാൻ അത് പ്രിൻ്റ് ചെയ്തത് ഫ്രാൻസിസ് പാപ്പയ്ക്കും ഒന്ന് കൊടുത്തിട്ട് പറഞ്ഞു, കണ്ണൂർ രൂപതയെ അനുഗ്രഹിക്കണം, ഈ കാര്യങ്ങളെല്ലാം വിജയപ്രദമായി പോകുവാൻ ആശീർവദിക്കണം, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ക്ഷണക്കത്തെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ചെറിയൊരു ഫയൽ ഉണ്ടായിരുന്നു. ആ ഫയലിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, ഐ വിൽ പ്രേ ഫോർ യു, ഞാൻ പ്രാർത്ഥിക്കാം, ഐ വിൽ ബ്ലെസ് ദ ഡയസ് ഓഫ് കണ്ണൂർ, ഞാൻ കണ്ണൂർ രൂപതയെ ആശീർവദിക്കാം എന്ന് പറഞ്ഞിട്ട് ബ്ലെസ്സിങ് തന്നു. എന്തു വലിയ ഒരു ഹൃദ്യമായ അനുഭവം, മറക്കാനാവാത്ത മനോഹര മുഹൂർത്തം. രൂപതയെ ആശീർവദിക്കുന്നു, ജനങ്ങളെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു, അജപാലന ശുശ്രൂഷ നേതൃത്വത്തിന് അനുഗ്രഹങ്ങൾ നൽകുന്നു. എന്ത് ഹൃദ്യമായ ഒരു അനുഭവമാണ്. ഫ്രാൻസിസ് പാപ്പ എന്നോട് മാത്രമല്ല, മറ്റുള്ളവരോടോരോരുത്തരും. എനിക്കറിയാം, ആ സിനഡിൽ പങ്കെടുത്ത ചില ആളുകൾ പോയി ഗ്രീറ്റ് ചെയ്ത് വരുമ്പോൾ കണ്ണുകൾ നിറഞ്ഞ്, സന്തോഷത്തിൻ്റെ അശ്രുക്കൾ നിറഞ്ഞാണ് പുറത്തിറങ്ങുക. കാരണം അതുപോലുള്ള ഒരു പിതൃവാത്സല്യം ഫ്രാൻസിസ് പാപ്പയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഹൃദയത്തിൽ നിന്ന് വരുന്ന വാത്സല്യം എത്രയോ അനുകരണീയം, എത്രയോ മഹോന്നതമായ മാതൃക, എത്രയോ ശ്രേഷ്ഠമാണ് ഈ നേതൃത്വം.